ഹായ്, വെൽക്കം ടു അക്കൗണ്ട്സ് ഇൻഫോ സൊല്യൂഷൻസ്. ന്യൂ ഫിനാൻഷ്യൽ ഇയർ ക്രിയേഷൻ എങ്ങനെയാണ് മാർക്കിൽ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി നിങ്ങളൊരു മൾട്ടി യൂസർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലയൻറ്റ് സിസ്റ്റത്തിലും മാർക്ക് ക്ലോസ് ചെയ്യുക. സെർവറിൽ ബാക്കപ്പ് ഫയൽ ഓപ്പൺ ആയിരിക്കും, അതും ക്ലോസ് ചെയ്യുക. ശേഷം മാർക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ന്യൂ ഫിനാൻഷ്യൽ ഇയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്കപ്പ് എടുക്കാം. ഓൾറെഡി ഇവിടെ കമ്പനി ഓപ്പൺ ആണ്, നമുക്ക് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് കൊടുക്കാം. കമ്പനി സെലക്ട് ചെയ്യാം, എൻ്റർ അടിക്കാം. ബാക്കപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം, എൻ്റർ അടിക്കാം. കറണ്ട് ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യാം. ഇത് ഓൾറെഡി ബാക്കപ്പ് പാത്ത് സെലക്റ്റഡ് ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ F10 കൊടുത്ത് ചേഞ്ച് ചെയ്യാം. എൻ്റർ അടിക്കാം, എൻ്റർ അടിച്ച് വരാം. ഓക്കെ, ബാക്കപ്പ് എടുത്തതിന് നമുക്ക് എസ്കേപ്പ് ചെയ്യാം. ബാക്കപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂ ഫിനാൻഷ്യൽ ഇയർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളത് സെലക്ട് ചെയ്യാം, എൻ്റർ അടിക്കാം. ഇവിടെ ഫിനാൻഷ്യൽ ഡേറ്റ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി എഡിറ്റിൽ പോയിട്ട് ഫിനാൻഷ്യൽ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫിനാൻഷ്യൽ ഡേറ്റ് ചേഞ്ച് ചെയ്ത് ശേഷം നമുക്ക് അക്സെപ്റ്റ് കൊടുക്കാം. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ന്യൂ ഫിനാൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ള മെസ്സേജ് വരും. നമ്മളത് എസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്യാരി ബാലൻസ് ചെയ്യാവുന്നതാണ്. ക്യാരി ബാലൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പഴയ ഫിനാൻഷ്യൽ ഇയറിലെ എല്ലാ ക്ലോസിംഗ് ബാലൻസും പുതിയ ഫിനാൻഷ്യലിലേക്ക് വരാൻ വേണ്ടിയാണ് ക്യാരി ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ എല്ലാ ലെഡ്ജർ ബാലൻസ്, സ്റ്റോക്ക് ബാലൻസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് കൊടുത്ത് നമുക്ക് ക്യാരി ബാലൻസ് ചെയ്യാവുന്നതാണ്. നോൺ വർക്കിംഗ് പാർട്ടീസും നോൺ വർക്കിംഗ് ഐറ്റംസ്, നോൺ വർക്കിംഗ് ബാഗ്സ്, ഇത് മൂന്നും വേണമെന്നുണ്ടെങ്കിൽ മാത്രം എസ് ആക്കി കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുത്താൽ മതി. ചെല്ലാൻസ് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ നമ്മൾ വൺ ടൈം ആയിട്ടാണ് ചെല്ലാൻ ട്രാൻസ്ഫർ ചെയ്യണേ. നമ്മൾ ചെല്ലാൻസ് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ പഴയ ഫിനാൻഷ്യൽ ഇയറിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പുതിയ ഫിനാൻഷ്യൽ ഇയർ ഓപ്പണിലേക്ക് കയറി വരും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നോ ആക്കി കൊടുത്താൽ മതി. അതെല്ലാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോ ആക്കി കൊടുക്കാം. നമുക്ക് പിന്നീട് അത് ക്യാരി ബാലൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുത്ത് എസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ക്യാരി ബാലൻസ് ആകും. ഒരു മെസ്സേജ് വരും, അത് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എക്സിറ്റ് ആയിട്ട് നാവിഗേറ്ററിലോട്ട് വരും. പുതിയ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യാം, എൻ്റർ അടിക്കാം. ലോഡായി വന്നതിന് ശേഷം നമുക്ക് പഴയ ബിൽ സീരീസ് നമുക്ക് ചേഞ്ച് ചെയ്യണം. നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത ബിൽ സീരീസ് നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. പുതിയ ബിൽ സീരീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ ബിൽ സീരീസിൻ്റെ ഒരു ബോക്സ് വരും. നമുക്ക് ആ ബോക്സിൽ F3 കൊടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബിൽ സീരീസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബില്ലടിക്കുമ്പോൾ പാർട്ടീനെ എല്ലാം സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ച് വന്ന് ഐറ്റം പാർട്ടിലെത്തുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് ആർ കൊടുത്തു കഴിയുമ്പോൾ ബിൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബിൽ നമ്പർ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഷുവർ ടൈപ്പ് ചെയ്യാൻ ചോദിക്കും. ഷുവർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ ഓക്കെ ആകും. നമുക്ക് അത് കഴിഞ്ഞിട്ട് ബില്ല് സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബിൽ നമ്പറിൽ കണ്ടിന്യൂഷൻ വരും. ബിൽ സീരീസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാച്ച് ഹിസ്റ്ററിയും ബിൽ ഹിസ്റ്ററിയും നമുക്ക് പുതിയ ഫിനാൻഷ്യൽ ഇയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട്സിൽ, മാനേജ്മെൻറ്റ് റിപ്പോർട്ട്സിൽ, യൂട്ടിലിറ്റീസിൽ ക്രിയേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്രിയേറ്റ് ബാച്ച് ഹിസ്റ്ററി കൊടുക്കാം. ഷുവർ ടൈപ്പ് ചെയ്യാം. അതേ ഓപ്ഷൻ തന്നെ വീണ്ടും എടുക്കാം. റിപ്പോർട്ട്സിൽ, മാനേജ്മെൻറ്റ് റിപ്പോർട്ട്സിൽ, യൂട്ടിലിറ്റീസിൽ ക്രിയേറ്റ് ഹിസ്റ്ററി എടുക്കാം. ബിൽ ഹിസ്റ്ററി കൊടുക്കാം. എന്നിട്ട് ഷുവർ ടൈപ്പ് ചെയ്യാം. ഫിനാൻഷ്യൽ ഇയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ഡെസ്കിലേക്ക് വിളിച്ചാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.